വരൂ നമുക്ക് പാത്രങ്ങളുമായി സംസാരിക്കാം. ഇന്നത്തെ ദിവസം എനിക്ക് പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല. ഇന്നത്തെ പാത്രം മൊത്തം അവിടെ കിടക്കേണ്ടി വന്നു. വേറെ കുറേ കാര്യങ്ങളായിട്ട് ഇൻവോൾവ് ആയിട്ട് എനിക്ക് പാത്രം ഒന്നും കഴുകാൻ പറ്റിയില്ല. അങ്ങനെ രാത്രിയിലാണ് അന്നത്തെ ദിവസം പാത്രം മൊത്തം ഞാൻ കഴുകിയത്. പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ കണ്ണൻ വന്നിട്ട് ഫുഡ് വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിൽ കൂടെ അവനെ നോക്കും, ഒരു സൈഡിൽ കൂടെ പാത്രവും കഴുകും. അങ്ങനെ ചെല്ലുന്നപ്പോൾ അവൻ ഭയങ്കരമായിട്ട് വന്ന് ബഹളം വെച്ച് എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കാൻ നേരത്ത് അവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോയ ചങ്ക്സ് എടുത്ത് നമ്മൾ വേവിച്ച് കുക്കറിൽ മാഗ്നറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ സമയത്താകുമ്പോൾ ചൂടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ അത് വറുത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അവൻ വന്ന് ബഹളമായപ്പോഴത്തേക്ക് ഞാനങ്ങനെ വറക്കാൻ വെച്ചു. അവൻ ഈ നോൺ വെജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ വെജാണ്, പ്യുവർ വെജാണ്. അപ്പോൾ വെജ് ആയതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവന് ഞങ്ങൾ കൊടുക്കാറുള്ളത്. അപ്പോഴത്തേക്ക് ചോറ് വേണം, എനിക്ക് നമ്മൾ വറക്കുന്ന കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായി. അങ്ങനെ അവനെ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ വറക്കുമായിരുന്നു. പിന്നെ ഫ്രെഡി ആയപ്പോൾ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോയി. ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടാസ്ക്കാണ്. അതായത് തറയിലും അല്ല മേളിലും അല്ല. എനിക്കല്ല വീഗലാൻഡ് ഏതോ റൈഡിലെങ്ങാണ്ട് ഇരുന്ന് കഴിക്കുന്നത് പോലെ ആയി കുഞ്ഞ് ആഹാരം കഴിക്കുന്നത്. ഒരു 2 മിനിറ്റ് കൊണ്ട് തിന്നേണ്ട കാര്യം അവർ 2 മണിക്കൂർ കൊണ്ടാണ് കഴിക്കുന്നത്. എങ്ങനെയായാലും ഞാൻ ഫുള്ളത് കഴിപ്പിക്കും, പക്ഷേ ഒരു ടാസ്ക് തന്നെയാണ് കഴിപ്പിക്കുന്നത്. അങ്ങനെ ഫുഡ് കൊടുക്കാൻ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് പിന്നെ പാത്രത്തിനടുത്തോട്ട് എനിക്ക് അതിൻ്റെ അടുത്തൊന്നും വരാൻ പറ്റില്ല. കാരണം ഈ കഴിക്കാൻ അങ്ങനെ അവൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് കഴിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ എല്ലായിടത്തും കയറി ഓടിച്ചാടി അങ്ങനത്തെ ഒരു ബഹളത്തിൽ അവൻ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എനിക്കവനെ ഉറക്കിയിട്ടല്ലാണ്ട് അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മാറാൻ പറ്റിയില്ല. കാരണം അതുപോലെ ബഹളമാണ് അവൻ. പിന്നെ അവനെ ഉറക്കിയിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങളിലോട്ട് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അക്ഷയപാത്രം നിറഞ്ഞിട്ടോ. ശരിക്കും എല്ലാ വീടുകളിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. നമ്മുടെ വാഷ് ബേസാണ് നമ്മുടെ അക്ഷയപാത്രം. എപ്പം നിറയുന്നു എന്നറിയത്തില്ല, തീരുന്നത് കാണാറേ പതിവ് കാണത്തില്ല. എന്തായാലും ഞാൻ എല്ലാം അത് കഴുകി ഒതുക്കി, എല്ലാം കഴുകി ഇട്ടു. അന്നത്തേക്കുള്ള ക്ലീനപ്പ് എല്ലാം നടന്നു. എന്തായാലും ഇഷ്ടംപോലെ കഴുകുണ്ടായിരുന്നു. കഴുകിയെല്ലാം തീർന്നപ്പോൾ തന്നെ ഒരു സമയമായി. ഞാൻ ഇത് 2 മണിക്കെങ്ങാണ് ഞാൻ നിന്ന് കഴുകുന്നത്. കാരണം ആ ടൈമിലേ കഴുകാൻ പറ്റൂ. പകലൊന്നും എനിക്ക് അവനെ ഇട്ടിട്ട് കഴുകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഈ ചെറുക്കൻ്റെ ഒന്നെങ്കിൽ മേശപ്പുറത്താണോ അല്ലെങ്കിൽ മേതിൻ്റെ മണ്ടല ഇരിക്കുന്ന അറിയാത്തത് കൊണ്ട് രാത്രിയിലേക്ക് കഴുകലും എല്ലാം എന്തായാലും ഫുൾ ക്ലീനായി.